ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അമ്പലക്കട ഫൈസി സമസ്തക്കാട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ വലിയ നേതാവായതുകൊണ്ട് മൂപ്പരെ കൊണ്ട് ഇതിന് മറുപടി എഴുതിപ്പിക്കണം. എഴുതിയിട്ട് ഈ വെട്ടിമുറിച്ചത് ആരാന്നുള്ളത് ജനങ്ങളൊക്കെ ഒന്ന് ശരിക്കും കാണട്ടെ. മനസ്സില്ല, മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ഒരായത്ത് ദുർവ്യാഖ്യാനിക്കോ ഒരായത്ത് വെട്ടിമാറ്റുകയോ വല്ല ഹദീസ് വെട്ടിമാറ്റുകയോ ഒന്നും ചെയ്തിട്ട് ഒരാൾക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് പച്ചക്ക് പൊതുവേദിയിൽ പ്രസംഗിച്ച ആളുകളാണവർ. മുജാഹിദുകൾ മൊത്തം മതം വെട്ടിമുറിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അതിന് കുറേ സംഗതികൾ ഇവർ ചെയ്യണതൊക്കെ എടുത്തു പറഞ്ഞിട്ട് ഇതൊക്കെ മുജാഹിദീങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാണ്ട് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ശരിക്കും ആ പ്രചാരണം എന്താണ് അവർ ഉദ്ദേശിച്ചത്? അതുകൊണ്ട് അതിലിപ്പോൾ അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി എന്ന് പറയുന്ന സമസ്തൻ്റെ ഒരു നേതാവ്, ഉപരി ഇവർക്കിടയിലുള്ള അന്തർധാരയിൽ ഒരു ഗ്രൂപ്പിൻ്റെ വലിയൊരു നേതാവാണ്. ഷജറ വിഭാഗത്തിൻ്റെ ഒരു വലിയ നേതാവായി ആ സമ്മേളനത്തിലൊക്കെ നോക്കിയാൽ മുപ്പര ആക്ഷനും അതുപോലെ തന്നെ മുപ്പര ബോഡി ലാംഗ്വേജൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കുണിയയിൽ നടന്ന സമ്മേളനത്തിൽ തന്നെ ഇവരുടെ ഒരു ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ പലതും പ്രയാസങ്ങളുണ്ടായി. അപ്പം ഇനി അതിനുശേഷം പിന്നെ റമദാൻ വന്നു. പിന്നെ അതുകൊണ്ട് പൊട്ടിപ്പൊരിയാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പം ഇനി റമദാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചില പൊട്ടലും ചുറ്റിലൊക്കെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി നമ്മളെപ്പോലെ തന്നെ ഓൽക്കറിയാം. അപ്പം അതിന്ന് നമ്മൾ സാധാരണ പറയണ്ടല്ലോ, രാജാവ് പ്രതിസന്ധിയിലാകുമ്പോൾ അതിർത്തിയിൽ വെടിപൊട്ടും, അപ്പോൾ ആളുകളെ ശ്രദ്ധയൊക്കെ അങ്ങോട്ട് പോകും, രാജാവിൻ്റെ കഴിച്ചിലായി പോകുന്നുള്ള അങ്ങനെയാണ് ഇവർ വെടി പൊട്ടിക്കണം. മുജാഹിദീങ്ങളാകെ കത്രികൻ്റെ ചിഹ്നമൊക്കെ കൊടുത്ത് ഇങ്ങനെ ആകെ വെട്ടിയും പോലെ ബാർബർ ഷാപ്പിലെ പണി പോലെ. യഥാർത്ഥത്തിൽ ഇവിടെ ദീന് വെട്ടിമുറിക്കുക എന്നുള്ളത് ഇപ്പോൾ ആർക്കാളുള്ളത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. പെരുന്നാളിൻ്റെ വിഷയത്തിൽ തന്നെ മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ദീന്, ആ ദീനുള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. അത് നമ്മൾ വെട്ടിമുറിക്കണ കൂട്ടിച്ചേർക്കണ ഏർപ്പാട് നമുക്കില്ല. അത് ടൈലർ പണി നമ്മൾ എടുക്കില്ല. നമ്മളെന്ത് റസൂല കൊണ്ടത് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പണിയാണ്. നിങ്ങളാണ് വെട്ടിമുറിച്ച് നിങ്ങൾക്ക് വാരത്തിലുള്ള വേറെ മധബിന് ഒപ്പിച്ചിട്ട് ഷേപ്പാക്കി, പിന്നെ നിങ്ങൾ സംഘടനക്ക് ഒപ്പിച്ച് ഇങ്ങനെ ഷേപ്പാക്കി കുറേ ഓരോ മൂല്യന്മാർ ഓരോ മഹലിനനുസരിച്ച് അതിന് മുറിക്കൽ. കാരണം ഇവിടെയുള്ള മഹലുള്ളത് അപ്പുറത്ത് വിധേയത്തേക്കാറ്, അപ്പുറത്തുള്ളതൊക്കെ 27 ചിലർക്ക് സുന്നത്താണ്, മറ്റവർക്ക് വിധേയത്താണ്, പാടത്തേക്ക് പോകൽ സുന്നത്താണ്, പള്ളി ഇരിക്കൽ സുന്നത്ത്, എങ്ങനെയാണ് ഓല ദീന്. അത് മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീന് ഒമാ അത്താക്കും റസൂൽ ഫഹദു ഒമാ നഹാക്കും മിൻഹു ഫൻതഹു. ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ ആ അമ്പലക്കട ഫൈസിയുടെ കുറിപ്പ് ഞാൻ പിറ്റേന്ന് മറുപടി ചെയ്തു. പക്ഷെ ഇതുവരെ മുമ്പ് മുണ്ടിയിട്ടില്ല. ഇനി മുണ്ടോയെന്ന് അറിയില്ല. ഇനി മുണ്ടിയിട്ടില്ല, നമുക്ക് വേറെ പണിയും കൂടി ഉണ്ട് ഇൻഷാ അല്ലാഹ്, നമുക്ക് പിന്നെ എടുക്കാണ്ട്. കാരണം അവരിങ്ങനെ തോടിപ്പോണ പണി മുപ്പർക്കുള്ളൂ. പിന്നീട് തിരിഞ്ഞു നോക്കില്ല, പിന്നെ ഒരു വേഗം എന്താണെന്നുള്ള മുമ്പ് ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് അങ്ങനെയല്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അമ്പലക്കട ഫൈസി സമസ്തക്കാട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ വലിയ നേതാവായതുകൊണ്ട് മൂപ്പരെ കൊണ്ട് ഇതിന് മറുപടി എഴുതിപ്പിക്കണം. എഴുതിയിട്ട് ഈ വെട്ടിമുറിച്ചത് ആരാന്നുള്ളത് ജനങ്ങളൊക്കെ ഒന്ന് ശരിക്കും കാണട്ടെ. മനസ്സില്ല, മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ഒരായത്ത് ദുർവ്യാഖ്യാനിക്കോ ഒരായത്ത് വെട്ടിമാറ്റുകയോ വല്ല ഹദീസ് വെട്ടിമാറ്റുകയോ ഒന്നും ചെയ്തിട്ട് ഒരാൾക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. അതേ സമയത്ത് സമസ്തക്കാരങ്ങനല്ല. സമസ്തക്കാർ അവരുടെ ദീൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ മർമ്മം എന്ന് പറയാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹൻ്റെ മർമ്മമാണ് ഇയ്യാക്കനാവ്. അവിടെ തന്നെ വെട്ടിമുറിച്ച ആൾക്കാരവർ, അവിടെ തന്നെ കത്രി വെച്ചു, മാത്രം കെട്ട്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നുള്ളതിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കും. അത് മക്കത്തെ അബൂജഹലും പറഞ്ഞില്ലേ, നിന്നെ ആരാധിക്കുന്നുള്ളത് അബൂജഹലും പറഞ്ഞല്ലോ. നിന്നെ മാത്രം ഉള്ളിടത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലും തമ്മിൽ തർക്കമുള്ളത്. അപ്പോൾ ആ അബൂജഹലിനെ എണി വെച്ച് കൊടുക്കുന്ന പണി ഖുർആനിൽ നടത്തിയ ആൾക്കാരെ സമസ്തക്കാർ. അപ്പോൾ അവരാണ് ശരിക്കും അവിടെ കത്രികൻ്റെ ചിഹ്നം അവർക്കാണ് ആദ്യം വോട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? പിന്നുള്ളത് നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥിക്കാനുള്ളത്, ഖുർആനിലുള്ളത് ഹദീസിലൊക്കെ. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ള ഇബ്ലീസിൻ്റെ വാദം എന്നാണ് സമസ്തക്കാരുടെ വാദം. നിങ്ങളവിടെ അപ്പോൾ ആ എത്ര ആയത്തിനും ഒരു കത്തിവെച്ച്, എത്ര ആയത്തിന് വിശുദ്ധ ഖുർആൻ 100 കണക്കിന് കൊല്ലിന്നമാദു റബ്ബി, ഖുർആൻ മൊത്തം സൂറത്തുൽ ഇഖ്ലാസ് അടക്കം ഒരു കത്തിരിച്ച് മുറിച്ചു. മനസ്സിലായില്ലേ? അപ്പം ഇവരാണ് യഥാർത്ഥത്തിൽ. ഇനി മാത്രമല്ല, ഇവരെ ശരീരത്തെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ദീനിൽ അനുവദനൊക്കെ വിൽക്ക് ഹറാമിക്കാറും. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സ്ത്രീകളെ കയ്യേത്ത് ഹറാമെന്നാണ് ഇവർ പറഞ്ഞത്, ഹറാം. ഇപ്പോഴോ ഹലാലായി, സ്ഥാപനങ്ങളായി. മാത്രമല്ല പിന്നെ പണ്ട് ഇംഗ്ലീഷ്
പഠിക്കുന്നതിൻ്റെ പേരിൽ തലശ്ശേരിയുള്ള ഒരു മായ എന്നുള്ള ആൾ സ്വന്തം മകളെ ഇംഗ്ലീഷ് പിന്നെ സ്കൂളിൽ മകളെന്താ സ്കൂളിൽ പറഞ്ഞു വെച്ചതിൻ്റെ പേരിൽ കാഫർ മായ എന്നാണ് അയാളെ പറ്റി പറഞ്ഞത്. അയാൾ കാഫറായി പോയി. ഇന്നിപ്പോൾ പല സമ്മേളനത്തിൻ്റെ പേരിന് ഇംഗ്ലീഷിലാണ്. പടച്ചറബേ ക്ലാരിച്ചോക്കണം. അപ്പോൾ മുജാഹിദീങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതൊരു ദീനുകൊണ്ടാണ് കളിച്ചത്, ഹലാലും ഹറാമും കൊണ്ട് അവർ കളിച്ചത്. മാത്രമല്ല ഖുതൂബ് പരിഭാഷ ഒരു കാലഘട്ടത്തിൽ ജായിസായിരുന്നു. ഈ മീൻചന്ത പ്രമേയത്തിൻ്റെ കുപ്രസിദ്ധമായ പ്രമേയത്തോടുകൂടിയാണ് മീൻചന്ത പ്രമേയത്തിൽ ഖുതൂബ് പരിഭാഷ ഹറാമാക്കിയത്. ഹറാമാണ് ഇപ്പോൾ ഖുതൂബ് പരിഭാഷ നടത്താൻ പാടില്ലെന്ന്. സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഇസ്ലാമിൽ അനുവദിച്ച കാര്യമാണ്. ഖുറൂജുൻ നിസാ ഇലൽ മസാജിദ് എന്നുള്ള എത്ര ഹദീസിൻ്റെ കിതാബിൽ ഇമാം നവവി വരെ ശറഹുസ്സുൽ ബാബ് കൊടുത്തിട്ടുണ്ട്. അത് അനുവദനീയമാണ്. ആ അനുവദനീയത്തെ ഇവരെന്താക്കി? ഹറാമാക്കി. അപ്പോൾ അവിടെ കട്ട് ചെയ്തു. അപ്പോൾ ഇസ്ലാം അനുവദിച്ചതിനെല്ലാം കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഖുറാൻ പരിഭാഷ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഖുറാൻ പരിഭാഷ ഉണ്ട്. ഈ ഏറ്റവും എന്താ വെച്ചാൽ സമസ്തക്കാർക്കും ഖുറാൻ പരിഭാഷ ഉണ്ട്. ഇപ്പോൾ അന്ന് KV ഖുറാൻ പരിഭാഷ ചെയ്തപ്പോൾ കാഫറാന്ന് പറഞ്ഞ ആൾക്കാർ കാഫറും മുർത്തദ്ദും ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാഫറായ തന്നെ മുർത്തദ്ദായി, വേറെ വിഷയം. ശരി. അപ്പോൾ അത് പറഞ്ഞ ആളുകൾ അവിടെയും നിങ്ങൾ ആലോചിച്ച് ഞാൻ ഇത് എൻ്റെ ശബ്ദം കേൾക്കാൻ സമസ്തക്കാട് ആത്മാർത്ഥമായി ചോദിക്കും, നിങ്ങൾ ഏതെങ്കിലും സമസ്തൻ്റെ പള്ളിയിൽ പോയാൽ ഒരു ഖുറാൻ പരിഭാഷ നിങ്ങളെ പള്ളി കണ്ടോ? ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ റമദാനിൽ ഞാൻ സമസ്തൻ്റെ പള്ളിയിൽ പോയപ്പോണ്ട് ഖുറാൻ്റെ മുകളിൽ പിന്നെ മജ്‌ലിസുന്നൂർ, മജ്‌ലിസുന്നൂറിൻ്റെ പരിഭാഷ അവിടെ ഖുറാൻ്റെ പരിഭാഷ അല്ല, മുസാഫിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയ സാധനം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് സമസ്തക്കാരിറക്കിയ ഖുറാൻ പരിഭാഷ പോലും സമസ്തൻ്റെ പള്ളിയിൽ വെക്കാത്തത്? ഒരു സാധാരണക്കാരൻ വായിച്ച് വലിയ വെളിച്ചം കിട്ടിയാലോ? നിങ്ങൾ ആലോചിച്ച് ഇതൊക്കെ തീരുന്ന ആളുകളെ വെട്ടിമുറിച്ച് വികലമാക്കി. ഇനി മാത്രമല്ല എന്തൊക്കെ ഇപ്പോൾ ജുമാ റുഖ്സ വിചിത്രവാദം എന്നാ സമസ്തൻ്റെ വിചിത്രവാദം. ഇതിപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ പോയില്ലെങ്കിലും ജുമാ അല്ലേ പോകുള്ളൂ, ഇസ്ലാമെന്ന് പുറത്തു പോയില്ലല്ലോ. ഇന്ന് ഇസ്ലാമെന്ന് പുറത്തു പോണ വാദങ്ങളാണ് ആര് പറഞ്ഞത്? സമസ്ത പറഞ്ഞു. അള്ളല്ലാത്തൊരു പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ പിന്നെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം ഇബ്ലീസിൻ്റെ വാദമാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളല്ലാത്തവരെ വിളിക്കാന്ന് പോലും പറഞ്ഞത്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് പോലും അള്ളാഹിനെ വിളിക്കേണ്ടതില്ല, സിയം എന്ന് വിളിച്ചു. ഇതൊക്കെ ഇസ്ലാമിൽ തന്നെ പുറത്തുമാണ്. ജുമാ കിട്ടാത്ത വാദമല്ലത്. ഇത് ഇനി ജുമാ നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ ഈ വാദം ഉണ്ടായിട്ട് ഇനിയിപ്പോൾ 10 ജുമാ നിസ്കരിച്ചിട്ടും കാര്യമില്ല. മാത്രമല്ല അള്ളാഹുവിനെ പോലെ കാണും, അള്ളാഹുവിനെ പോലെ കേൾക്കും. ഇസ്ലാമെന്ന് പുറത്തു പോകാൻ വല്ലതുമാണ്? നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഇതൊക്കെ തനിച്ച് ശിർക്കും കുഫറല്ലേ. മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അറിയും. അതുപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരാണ്. ഇതൊക്കെ സമസ്തക്കാർ പറഞ്ഞ വിചിത്രവാദങ്ങളാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ കുറിപ്പിൽ പറഞ്ഞ അമ്പലക്കുടത്തിലെല്ലാം തെളിവ് കൊടുക്കണം. പിന്നെ സമസ്തൻ്റെ സമ്മേളനത്തിൽ കുണിയിലടക്കം മുത്തുനബിയും സഹാബത്തും ശുഹദാക്കളും ഒക്കെ വന്നു എന്നാണ് ഈ അമ്പലക്കട പ്രസിദ്ധം. നമ്മൾ പലതവണ ചോദിച്ചു എവിടെ തെളിവ്? അള്ളാഹിൻ്റെ ദീനാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ തെളിവ് ഉദ്ധരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിചിത്രവാദങ്ങൾ. അതുപോലെ തന്നെ അനല്ലാന്ന് ഔലിയാക്കന്മാർ പറയും. അങ്ങനെ ഫിറോൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളൂ. പിന്നെ അള്ളയും പറഞ്ഞിട്ടുണ്ട്. അള്ള പറഞ്ഞിട്ടുണ്ട് അനല്ലാന്ന്, ഞാൻ അല്ലെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിറോൻ പറഞ്ഞിട്ടുണ്ട്. ഫിറോൻ പറഞ്ഞത് കുഫറാണ്, അള്ള പറഞ്ഞത് തൗഹീദാണ്. ഫിറോൻ പറഞ്ഞതും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് വിചിത്രവാദങ്ങളും. അതുപോലെ തന്നെ ഇവരെഴുതിയതെന്ന് വെച്ചാൽ ഇബ്ലീസിനെ അള്ളാഹു പഠിച്ചത് നബിയിൽ നിന്നാണ്. ഇതൊക്കെ ഒരു നിഷേധിക്കട്ടെ, ഇതൊക്കെ ഒരു പച്ചമലയാളത്തിൽ എഴുതി വെച്ചതാണ്. ഇതൊക്കെ എൻ്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിൽ വിഡ്ഢികളാണ് അധികം എഴുതി വെച്ചാണ്. ഇതൊക്കെ സമസ്തൻ്റെ വാദമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ചോദിക്കട്ടെ, അമ്പലക്കട ചോദിക്കട്ടെ, അപ്പം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ വിഡ്ഢികളുടെ നേതാവ് ആരാണ്? ഔദു ബില്ലാഹി മിൻ ദാലിക്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഇത് ഇസ്ലാമൊന്നും അപ്പം ഔട്ടാകണേ പോണ വാദമല്ലേ. ഇത് ജുമാ ബാത്തിലായി പോണ കാര്യമല്ല. ഇതൊക്കെ ഇസ്ലാം തന്നെ ബാത്തിലായി പോണ കാര്യങ്ങളാണ്. മാത്രമല്ല എന്തിനാരാധിച്ചാലും, വിഗ്രഹത്തെ ആരാധിച്ചാൽ പോലും അത് അള്ളാഹ്ക്കുള്ള ആരാധന എന്നാണ് സമസ്തക്കാർ എഴുതി വെച്ച്. ആ എഴുതി വെച്ച ആളുകൾക്ക് പിന്നെ ഈ എന്താ പറയുക അമ്പലക്കടവിൻ്റെ പത്രത്തിൽ ഒന്നൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നിഷേധിച്ച അപ്പം പറയാം. അപ്പം ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിനെ വെട്ടിമുറിക്കുന്ന വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളാണ്. തങ്ങളുടെ ഉള്ളിലുള്ള ഈ സംഘടനാ ഗ്രൂപ്പിസം മറച്ചു വെക്കാൻ വേണ്ടി ഒരു കത്രികയായിട്ട് ഇങ്ങനെ അതേതായാലും ആ കത്രിക അവിടെ അമ്പലക്കട വെച്ചാൽ മതി എന്നുള്ളതാണ് ആവശ്യത്തിൽ പറയാനുള്ളത്. വെട്ടിമുറിക്കൽ മാത്രമല്ലല്ലോ, ഒരുപാട് ആചാരങ്ങൾ പലതും കൂട്ടിച്ചേർക്കും ചെയ്തിട്ടുണ്ടല്ലോ സമസ്ത. ഇപ്പോൾ സമസ്ത എന്തിനാണ് രൂപീകരിക്കപ്പെട്ടത് എന്നിടത്ത് തന്നെ തുടങ്ങാം നമുക്ക്. കാരണം യാ ഷെയ്ഖ് യാ ഗൗസ് യാ ഷെയ്ഖ് മൊഹീദ്ദീൻ എന്ന് വിളിക്കാനാണ്, അള്ളാന്ന് വിളിക്കാനല്ല. മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് പച്ചക്ക് പൊതുവേദിയിൽ പ്രസംഗിച്ച
ആളുകളാണ് അവർ. അപ്പോൾ ഇല്ല, തിരുത്തിയില്ല. അപ്പോൾ അതാണ് നേരത്തെ മാരിസൽവി പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എന്താണോ ഇസ്ലാമിൻ്റെ പിന്നെ അടിത്തറ അതന്നെയാണ് പൊളിച്ചു എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇപ്പോൾ ഈ അമ്പലക്കടവ് ഫൈസി ആരോപിച്ചതൊക്കെ അയാൾക്ക് തന്നെ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അയാളെ പിന്നെ അയാൾക്ക് തിരിഞ്ഞു കൊത്തുന്നതാണ് എന്ന് പോലും ഇയാൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ സമസ്തയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രമേയമാണ് 8-ാം പ്രമേയം. ആ പ്രമേയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാത്ത ആളെ പിന്നെ ഖാദിയാക്കാനോ അതേപോലെ തന്നെ പിന്നെ ഖത്തീബാക്കാനോ ഒന്നും പറ്റൂല എന്നാണ്. അത് അംഗീകരിച്ചാൽ സമസ്തയാകുള്ളൂ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ ആണെങ്കിൽ അമ്പലക്കടവ് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ 8-ാം പ്രമേയം തന്നെ എന്ത് ചെയ്യണം, എടുത്തൊഴിവാക്കണം. 933 അവർ പാസ്സാക്കിയ 8-ാം പ്രമേയം ഇപ്പോൾ ഈ 100-ാം വാർഷികം കഴിഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് 100 പുസ്തകം ഇറക്കിയപ്പോൾ സമസ്ത ചരിത്ര രേഖകൾ 3 പുസ്തകം ഇറക്കി ഈ വിഷയത്തിൽ. 925 മുതൽ 947 വരെയുള്ള രേഖകളാണ് 1-ാമത്തെ പുസ്തകത്തിൽ. ഇതിൻ്റെ 137-ാമത്തെ പേജിൽ പ്രമേയം 8. ഏതാ പ്രമേയം? ശ്രദ്ധേയമായ 8-ാം പ്രമേയം, പ്രസിദ്ധമായ. അതെ. അപ്പോൾ അമ്പലക്കടവിൻ്റെ ആരോപണം ശരി നോക്കുക നമ്മൾ എങ്കിൽ ഈ 8-ാം പ്രമേയത്തിനാണ് മൂപ്പർ ഉത്തരം പറയേണ്ടത്. കാരണം ഇതിൽ ഒന്നാം സംഗതികൾ പറയാണ് എന്ത്, മരിച്ചുപോയ അംബിയ, ഔലിയ, സ്വാലിഹി ഇവരുടെ ദാത്ത് കൊണ്ടും പിന്നെ ജാഹ്, ബറക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ ഇടതേട്ടം. ഒന്ന്, ഇങ്ങനത്തെ ബിദഅത്തായ തവസ്സുൽ ഇസ്ലാമിലില്ല. അപ്പോൾ ഒരു പ്രമേയത്തിലൂടെ എന്ത് ചെയ്തു, ബിദഅത്തായ ഇടതേട്ടം ഉണ്ടാക്കി സമസ്ത. ഇത് മക്കാ മുശ്രിക്കിൻ്റെ ശൈലിയാണ്. അതാണ് സമസ്തയോട് കൂടുന്നത്. 2, അവരെ നേരിട്ട് വിളിക്കൽ. നേരിട്ട് വിളിക്കുക പറഞ്ഞാൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ ഖുർആൻ അമ്പിയാക്കളെ വിഷയത്തിലൊക്കെ അള്ളാനെ വിളിച്ചു എന്നാണ്, അള്ളാനെ തന്നെ വിളിച്ചു എന്നാണ്. അപ്പോൾ നേരിട്ട് വിളിക്കുക, ഇനി സംശയിക്കണ്ട. നേരിട്ട് തന്നെ വിളിക്കുക. 3, അവരെ വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കുക. 3 വന്നു. ഏത്? ഇസ്തിഗാസ വന്നു, ദുആ വന്നു, തവസ്സുൽ വന്നു. ഈ 3 പരിപാടി ഏത് ഇസ്ലാമിലുള്ളത്? ഇത് ഇസ്ലാം വിലക്കിയതാണ്, തീർത്തും വിലക്കിയതാണ്. ഒരു നിലക്കും ഇസ്ലാമല്ല. അപ്പോൾ ശരിക്ക് ഇവർ ഇസ്ലാമിലുള്ളതിനെ വെട്ടുകയും ചെയ്തു, ഇല്ലാത്തതിനെ എന്ത് ചെയ്തു, ആ വെട്ടിയെടുത്തുകൾ കയറ്റി വെക്കുകയും ചെയ്തു. ഈ പണിയാണ് അവർ ചെയ്തത്. ഇനി അവരാസാറ് കൊണ്ട് ബർക്കത്തെടുക്കുക. ഈ മരിച്ചവരെ ജാറത്തിൽ ഇവിടെയും പോയിട്ട് തൊട്ടുമുത്തിയും കാണും തടവിയും കണ്ടും ബർക്കത്തെടുക്കുന്ന പരിപാടി. 2, പിന്നെ ഇതിലെ അടുത്ത ഭാഗം എന്താ വെച്ചാൽ ഖബർ കെട്ടിപ്പൊക്കുക. അതേപോലെ തന്നെ സിയാറത്ത് യാത്രകൾ, മറ്റു കാര്യങ്ങൾ. അതേപോലെ ത്വരീക്കത്തുകൾ, എല്ലാ ത്വരീക്കത്ത്, ഖാദിരിയ, ഷാദിലിയ, റിഫായിയ മുതലായ ശരിയായ ത്വരീക്കത്തുകൾ ഒക്കെ പോക്കാണ്. കാരണം പല ഭാഷയിൽ ശരിയാകല്ലാതെ നിർവാഹമല്ലല്ലോ, സംഘടനയോട്. അതെ, അതാണ് ശരി. പിന്നെ അടുത്തത് മങ്കൂസ്, അതേപോലെ ബദർ ബൈത്ത്, ബദർമാല, മൊഹീദ്ദിമാല, റിഫായിമാല, നേർച്ചപ്പാട്ടുകൾ, ഇതൊക്കെ ഒരു പ്രമേയമാണ്. ഇപ്പോൾ ബദർ ശുഹദാക്കൾ ജീവിച്ചിരുന്ന ബദർ ശുഹദാക്കൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, സ്വഹാബികളുണ്ട്. ഏതെങ്കിലും ഒരു ബദർമാലിൻ്റെ വരി അന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഈ മങ്കൂസ് മൗലിദ് മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ കള്ളക്കഥകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്തോ അവിടുന്ന് വഫാത്തായിട്ടോ സ്വഹാബത്ത് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു? ഉള്ള കാര്യം തന്നെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു? ഇല്ല. അപ്പോൾ ഇങ്ങനെ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ ആളുകളാണ് യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കളെ പറ്റി എന്ത് പറയണത്, ഒക്കെ മുറിച്ചു മാറ്റുകയില്ല എന്ന് പറയണത്. പിന്നെ അതുമല്ല ഇപ്പോൾ ഈ സമ്മേളനം മാറ്റി ഒരർത്ഥത്തിൽ ശരിയാണ്. അതെ, ഇവരിങ്ങനെ കൂട്ടിച്ചേർക്കും, കട്ട് ചെയ്ത് കളി. അങ്ങനെ തന്നെയാണത്. പിന്നെ ഇപ്പോൾ ഈ 100-ാം വാർഷികത്തിൽ 21 പ്രമേയം പാസ്സാക്കി. അതിൽ 1-ാമത്തെ പ്രമേയം തന്നെ അമ്പലക്കടവിനെതിരാണ്. കാരണം എന്താ അറിയോ? മദ്ഹബി പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നാണ്. മദ്ഹബി പാരമ്പര്യം, അങ്ങനത്തെ ഒരു പാരമ്പര്യം ഇസ്ലാമിനില്ല. ഇസ്ലാമിൻ്റെ പാരമ്പര്യം സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കുക എന്നാണ്. അല്ല മദ്ഹബി പാരമ്പര്യം ഉണ്ടോ? വിശ്വാസമാണെങ്കിൽ ഒന്നുകിൽ അശ്ശരി അല്ലെങ്കിൽ രണ്ടും പേശതാണ്. അശ്ശരി പേശതാണ്, മാതുരിദി പേശ. ഇതിലേതിലും ഒന്ന് വേണം. കർമ്മമാണെങ്കിലോ 4-ൽ-1 മദ്ഹബ് അന്ധമായി അനുകരിക്കണം. അപ്പോൾ 1-ാം പ്രമേയം തന്നെ അമ്പലക്കടവിന് നല്ല അടിയാണ്. അതെ, അതെ, 1-ാം പ്രമേയം തന്നെ അടി.
ഇനി 19-ാം പ്രമേയം തരും വ്യാജ ത്വരീക്കത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാണ്. അപ്പോൾ ഇതിൽ തസൗഫിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുക, അങ്ങനത്തെ ഒരു വഴി തന്നെ ഇസ്ലാമിനില്ല. തസൗഫിൻ്റെ വഴി പറഞ്ഞാൽ അത് ഷിയാക്കൾ അവരെ ആശയം വളരെ സരളമായി സമൂഹത്തിലേക്ക് എത്തിക്കണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ആ സരണിയിലൂടെയാണ് ഇവിടെ ഷിയാ സ്വാധീനം കേരളത്തിലുണ്ടായത്. അപ്പോൾ സ്വന്തം പ്രമേയങ്ങൾ, അതായത് സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങൾ തന്നെ തിരിച്ചടിയാകുന്ന രൂപത്തിൽ, സ്വന്തം ആശയം, സ്വന്തം വാദം, സ്വന്തം നിലപാട് തിരിച്ചടിയാകുന്ന രൂപത്തിലാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ആദർശം, ഇത് അതിലിറക്കിയൊരു പുസ്തകമാണ്. നമ്മുടെ ആദർശം സമസ്തൻ്റെ ആദർശം, ഇസ്ലാമിൻ്റെ ആദർശമല്ല. അപ്പോൾ ഇങ്ങനെ അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ യഥാർത്ഥ ആളുകളെ, സത്യത്തിൻ്റെ ആളുകളെ ഇങ്ങനെ പിന്നെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവഹേളിക്കാനൊക്കെ നോക്കുന്നത് സ്വയം ഒരു പാപ്പരത്വം അനുഭവിക്കലാണ്, ആദർശപരമായി സ്വയം ഒരു ജാള്യത നേരിടുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് അമ്പലക്കടവ് ഫൈസി അടക്കമുള്ള മുസ്ലിയാക്കന്മാരോട് വളരെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിലകൊണ്ട ആ നേരിൻ്റെ അഹ്ലുസുന്നയുടെ വഴിയിൽ നിലകൊള്ളാനും അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ സംഭവിച്ചു പോകുന്ന വിശ്വാസകർമ്മ മേഖലകളിലുള്ള വ്യതിയാനങ്ങൾ നമ്മിലേക്ക് കടന്നു വരാതിരിക്കാനുമുള്ള നസീഹത്താണ്. ആ നിലയ്ക്ക് തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ മുഖവിലക്കെടുക്കുകയും നമ്മിൽ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ തിരുത്താനും ആ നേരിൻ്റെ വഴിയിൽ തന്നെ നിലനിൽക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.